നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ട്രയാങ്കിൾസിനെ പറ്റിയാണ്. ബേസിക് മാത്സ് സീരീസിലെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ആംഗിൾസിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ അഡ്ജസൻറ്റ് ആംഗിൾസും ലീനിയർ പെയറും ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ലൈൻസിനെ പറ്റി, പാരലൽ ലൈൻസിനെ പറ്റി ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം നമ്മുടെ ബേസിക് മാത്സ് എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ട്രയാങ്കിൾസിനെ പറ്റിയാണ് നോക്കുന്നത്. ട്രയാങ്കിൾസിനെ പറ്റി നോക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് മുതൽ പഠിച്ചു തുടങ്ങുന്നതാണ്. ഫിഫ്ത്തിലും സിക്സ്ത്തിലും അങ്ങോട്ട് 10th വരെ വരുമ്പോൾ എല്ലാ ക്ലാസ്സിലും ട്രയാങ്കിൾസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പോൾ ട്രയാങ്കിൾസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് വേണമെങ്കിലും, സിമിലാരിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഇക്വാളിറ്റി ആണെങ്കിലും എല്ലാം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ട്രയാങ്കിൾസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത് അറിയാവുന്നവരും ഒന്നുകൂടെ കണ്ടു നോക്കുക, കാരണം അവർക്ക് ചില കാര്യങ്ങൾ അവർക്ക് അറിയാത്തതും ഇതിൽ ഞാൻ പറയുന്നുണ്ടാവും. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ട്രയാങ്കിൾസ് എന്താണ് നമുക്കറിയാം. ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈഡുള്ളൊരു പോളിഗണാണ്. 3 സൈഡഡ് പോളിഗണാണ്. എന്താണ് പോളിഗൺ എന്ന് പറഞ്ഞാൽ? സ്ട്രെയിറ്റ് ലൈൻസ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ക്ലോസ്ഡ് ഫിഗേഴ്സിനെ, ഫോർ എക്സാമ്പിൾ റെക്റ്റാങ്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ, പെൻറ്റഗൺ, ഹെക്സഗൺ, ഇതെല്ലാം പോളിഗൺസ് ആണ് നമുക്കറിയാം അല്ലേ. അതിലേറ്റവും തുടങ്ങുന്നത് ട്രയാങ്കിൾസിലാണ്. ട്രയാങ്കിൾസിന് 3 സൈഡ്സ് ഉണ്ടാവും അല്ലേ. ഈ ട്രയാങ്കിൾസ്, ഇതൊരു ട്രയാങ്കിൾ ABC ആണ്. ഈ ട്രയാങ്കിൾ ABC എന്ന് പറയുമ്പോഴത്തേക്കും ട്രയാങ്കിൾ ABCക്ക് 3 സൈഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 3 സൈഡ്സ് എന്ന് പറയുന്നത്? സൈഡ്സ് എപ്പോഴും പറയുമ്പോൾ 2 ലെറ്റർ മാത്രമേ പറയൂ. കാരണം സൈഡ്സ് തുടങ്ങുന്നത് ഒരു ലെറ്ററിലും അല്ലെങ്കിൽ ഒരു പോയിന്റിലും തീരുന്നത് ഒരു പോയിന്റിലുമായിരിക്കും. സോ സൈഡ് എപ്പോഴും പറയുന്നത് 2 ലെറ്ററിലായിരിക്കും, 3 ലെറ്ററിൽ പറഞ്ഞു കളയരുത്. അപ്പോൾ സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നാമത്തെ സൈഡ് AB എന്നൊരു സൈഡുണ്ട്, രണ്ടാമത്തെ സൈഡ് BC എന്നൊരു സൈഡുണ്ട്, മൂന്നാമത്തെ സൈഡ് AC ഉണ്ട്. ലൈൻ സെഗ്മെൻറ്റിനെ കാണിക്കാൻ വേണ്ടി മേളിൽ നമ്മൾ ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കും ചിലപ്പോൾ. അത് നിർബന്ധമില്ല. AB BC AC ഇതാണ് ഇതിൻ്റെ സൈഡ്സ്. ഇനി ഈ ട്രയാങ്കിളിൻ്റെ വേറൊരു പ്രത്യേകത, ട്രയാങ്കിൾസിന് 3 ആംഗിൾസ് ഉണ്ട്. ഈ ആംഗിൾസ് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ആംഗിളിനെ പറ്റി ഒരു ബേസിക് ക്ലാസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആംഗിളിൻ്റെ പേര് പറയുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ ലെറ്ററിലും പറയാം, അല്ലെങ്കിൽ 3 ലെറ്ററിലും പറയാം. ഒരു കാരണവശാലും നിങ്ങൾ 2 ലെറ്ററിൽ മീൻസ് ആംഗിളിൻ്റെ പേര് പറയരുത്. ആംഗിൾ AB എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആംഗിൾ ABC എന്ന് പറയാം, ആംഗിൾ A എന്ന് മാത്രം വേണമെങ്കിലും പറയാം. ഓക്കെ, ഇവിടുത്തെ 3 ആംഗിൾസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആംഗിളാണ്, ആംഗിൾ A, അല്ലെങ്കിൽ ആംഗിൾ BAC എന്ന് പറയാം. ആംഗിൾ A നമുക്ക് എളുപ്പത്തിന് എഴുതാം. ആംഗിൾ B, ആംഗിൾ C എന്നിങ്ങനെ 3 ആംഗിൾസ് ഉണ്ട്. ഒരു ആംഗിൾ ഇത്, രണ്ടാമത്തെ ആംഗിൾ ഇത്, മൂന്നാമത്തെ ആംഗിൾ ഇത്. ഇനി ഇതിന് 3 വെർട്ടെക്സ് ഉണ്ട്, വെർട്ടീസസ്. അപ്പോൾ ഇതിൻ്റെ വെർട്ടെക്സ് അല്ലെങ്കിൽ വെർട്ടീസസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ABC 3 വെർട്ടീസസും ഉണ്ട്. അതായത് ഈ ലൈൻ സെഗ്മെൻറ്റ് ജോയിൻ ചെയ്യുന്ന ഭാഗം ഇതാണ് വെർട്ടെക്സ്, അല്ലെങ്കിൽ 3 വെർട്ടീസസ് ആണ്. അപ്പോൾ ഇതാണ് ട്രയാങ്കിളിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. സൈഡ്സ്, ആംഗിൾസ്, അതുപോലെ തന്നെ അതിൻ്റെ വെർട്ടീസസ്. ഓക്കെ, ഇനി ട്രയാങ്കിളിൻ്റെ പ്രത്യേകത നമ്മൾ സൈഡ്സിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിൾസിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ട്രയാങ്കിൾസിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡിവൈഡ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് സൈഡ്സ്. സൈഡ്സിൻ്റെ ബേസിസിൽ നമുക്ക് എങ്ങനെ ട്രയാങ്കിൾസിനെ ഡിവൈഡ് ചെയ്യാം എന്ന് നോക്കാം. സൈഡ്സിൻ്റെ ബേസിൽ നമുക്ക് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സൈഡ്സിൻ്റെ ബേസിസിലാണ് നമ്മൾ ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. അതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത. ഈ ഒരു വരയിടുകയാണെങ്കിൽ ഇതെല്ലാം ഈക്വൽ ആണെന്ന് അർത്ഥം. ഓൾ സൈഡ്സ് ആർ ഈക്വൽ, അതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു പ്രത്യേകത ഇതാണ്, വേറൊരു ടൈപ്പ് ട്രയാങ്കിൾ. ഇതിൻ്റെ 2 സൈഡ് ഈക്വലാണ്. ഈ സൈഡും ഈക്വലാണ്. ഇത് ഡിഫറൻ്റ് ആണ്. അങ്ങനെ വരുന്ന ട്രയാങ്കിളിൽ ഒരു പേര് പറയും. എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയും. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയും. ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? 2 സൈഡ്സ് ഈക്വൽ ആണ്. 2 സൈഡ്സ് ആർ ഈക്വൽ. ഈ 2 സൈഡ്സ് ഈക്വൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പഠിച്ചോണം. എന്താണ്? 2 ആംഗിൾസ് ആർ ഈക്വൽ. 2 ആംഗിൾസും ഈക്വലാണ്. 2 ആംഗിൾസും ഈക്വലാണ്. ഇതിൻ്റെ ബേസ് ഏതൊക്കെ ആംഗിൾസ് ആണ്? ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ഇതാണ്. അപ്പോൾ ഈ 2 ബേസ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും, 2 സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഐസോസിലസ് ട്രയാങ്കിൾ. നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ മെയിൻ ഹെഡിങ് എഴുതിയത് വേണ്ട. ഇതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇത്
ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പോൾ സൈഡ്സിൻ്റെ ബേസിസിൽ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. രണ്ടെണ്ണം ഞാൻ പറഞ്ഞു. ഒന്ന് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഓൾ സൈഡ്സ് ആർ ഈക്വൽ, എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അതിനെ നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാം. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? ടു സൈഡ്സ് ആർ ഈക്വൽ, രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്, രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. ഇനി എല്ലാ സൈഡ്സും ഡിഫറൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഈക്വൽ സൈഡ് പോലും ഇല്ല എങ്കിൽ അതിനെ നമുക്ക് എന്ത് പേര് പറയാം? അതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്കെയിലിൻ ട്രയാങ്കിൾ എന്ന് പറയും. ഇങ്ങനെ വരുന്ന സ്കെയിലിൻ ട്രയാങ്കിൾ, ഇതിൻ്റെ മൂന്ന് സൈഡ്സും ഡിഫറൻ്റ് ആണ്, ഇതിന് പറയുന്ന പേര് സ്കെയിലിൻ ട്രയാങ്കിൾ. പ്രത്യേകത എന്താണ്? നോ ഈക്വൽ സൈഡ്സ്, ഈക്വൽ സൈഡ്സ് ഇല്ല. ഓക്കെ, ഈക്വൽ സൈഡ്സ് ഇല്ല, അതാണ് എൻ്റെ പ്രത്യേകത. സ്കെയിലിൻ ട്രയാങ്കിൾ ഈക്വൽ സൈഡ്സ് ഇല്ല. അപ്പോൾ മൂന്ന് ടൈപ്പ് ട്രയാങ്കിൾസ് ഉണ്ട്. നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് സൈഡ്സിൻ്റെ ബേസിസിൽ മൂന്ന് ടൈപ്പ് ട്രയാങ്കിൾ ഉണ്ട്. ഒന്ന് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, എല്ലാ സൈഡ്സും ഈക്വൽ. ഐസോസിലസ് ട്രയാങ്കിൾ, ടു സൈഡ്സ് ആർ ഈക്വൽ. സ്കെയിലിൻ ട്രയാങ്കിൾസ്, നോ ഈക്വൽ സൈഡ്സ്, ഈക്വൽ സൈഡ്സ് ഇല്ല. ഇതാണ് എന്ത്? ട്രയാങ്കിളിൻ്റെ ഓൺ ദ ബേസിസ് ഓഫ് സൈഡ്സിൻ്റെ ബേസിൽ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തത് ഓൺ ദ ബേസിസ് ഓഫ് ആംഗിൾസ്. അപ്പോൾ ഇത് സൈഡ്സിൻ്റെ ബേസിൽ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ആംഗിൾസ് ആണ്. ഓൺ ദ ബേസിസ് ഓഫ് ആംഗിൾസ്. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ആംഗിൾസ്. അപ്പോൾ എന്താണ് ഓൺ ദ ബേസിസ് ഓഫ് ആംഗിൾസ്? ആംഗിൾസിൻ്റെ ബേസിൽ നമ്മൾ ട്രയാങ്കിളിനെ മൂന്നായിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്യാം. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തേത് ഇത് നോക്കി, അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയും. അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ. അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഓൾ ആംഗിൾസ് ആർ അക്യൂട്ട്. എന്താണ് അക്യൂട്ട്? അക്യൂട്ട് എന്ന് പറഞ്ഞാൽ ക്യൂട്ട് ആംഗിൾ, ചെറിയ ആംഗിൾ, വളരെ ചെറിയ ആംഗിൾ. ഇത് 90 ഡിഗ്രിയേക്കാളും കുറഞ്ഞ ആംഗിൾസിനെ നമുക്ക് അക്യൂട്ട് ആംഗിൾസ് എന്ന് പറയാം. ദ ആംഗിൾസ് വിച്ച് ആർ ലെസ് ദാൻ 90 ഡിഗ്രി ആർ കോൾഡ് അക്യൂട്ട് ആംഗിൾസ്. ഓൾ ആംഗിൾസ് ആർ അക്യൂട്ട് ആംഗിൾസ് ആണെങ്കിൽ, എല്ലാ ആംഗിൾസും അക്യൂട്ട് ആംഗിൾസ് ആണെങ്കിൽ നമുക്കതിനെ അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, അല്ലെങ്കിൽ സിംപ്ലി റൈറ്റ് ട്രയാങ്കിൾസ് എന്ന് പറയാം. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് എന്ത് പറയാം? റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയാം. റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വൺ ആംഗിൾ എന്തായിരിക്കും? വൺ ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി, ബാക്കി രണ്ടെണ്ണവും അക്യൂട്ട് ആംഗിൾസും വരികയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഒരു ആംഗിൾ 90 ഡിഗ്രി അത് ഓർത്തിരുന്നാൽ മതി. എല്ലാ ആംഗിൾസും അക്യൂട്ട് ആംഗിൾ വരികയാണെങ്കിൽ അത് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. ഒരു ആംഗിൾ 90 ഡിഗ്രി വരികയാണെന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അല്ലെങ്കിൽ സിംപ്ലി റൈറ്റ് ട്രയാങ്കിൾ എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയോ? മൂന്നാമത്തത് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. അത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. എന്തായിരിക്കും? വൺ ആംഗിൾ ഈസ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒരു ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ വൺ ആംഗിൾ ഈസ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒരു ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ, ഏതെങ്കിലും ഒരെണ്ണം, ബാക്കി രണ്ടെണ്ണം എന്തായിരിക്കും? അക്യൂട്ട് ആംഗിൾസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ട്രയാങ്കിളിൻ്റെ ക്ലാസിഫിക്കേഷൻ. ട്രയാങ്കിളിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. രണ്ട് രീതിയിൽ നമുക്ക് ട്രയാങ്കിളിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഓൺ ദ ബേസിസ് ഓഫ് സൈഡ്സ്, രണ്ടാമത്തെ ഓൺ ദ ബേസിസ് ഓഫ് ആംഗിൾസ്. ഓൺ ദ ബേസിസ് ഓഫ് സൈഡ്സ് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ ആൻഡ് സ്കെയിലിൻ ട്രയാങ്കിൾ. അവിടെ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? എല്ലാ സൈഡ്സും ഈക്വൽ, രണ്ട് സൈഡ്സ് ഈക്വൽ, ഒരു സൈഡും ഈക്വൽ അല്ല അല്ലേ? ഇവിടെ നമ്മൾ പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ആംഗിൾസിൻ്റെ ബേസിൽ നമുക്ക് എന്ത് പറയാം? മൂന്ന് ആംഗിളും അക്യൂട്ട് ആംഗിൾസ് ആണെങ്കിൽ അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയാം. ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ നമുക്ക് പറയാം. ഇനി ഒരു ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ, ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ, വാ തുറന്നിരിക്കുന്ന പോലെ ഇരിക്കുന്ന ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിന് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയാം. ഒരു ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കണം. ഇതാണ് ട്രയാങ്കിളിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രയാങ്കിൾ എന്താണെന്ന് പഠിച്ചു, ട്രയാങ്കിളിൻ്റെ ആംഗിൾസും സൈഡ്സും വെർട്ടിസസും പഠിച്ചു, ഇപ്പോൾ ക്ലാസിഫിക്കേഷനും പഠിച്ചു. ഇനി നമ്മൾ ട്രയാങ്കിൾസിൻ്റെ കാര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾസും പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ ആംഗിൾസും പ്രോപ്പർട്ടിയാണ്. ആംഗിൾസും പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിളും കൂടെ ആഡ് ചെയ്താൽ ആംഗിൾസും പ്രോപ്പർട്ടി അല്ലേ, എല്ലാ ആംഗിൾസും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിൾസും കൂടെ ആഡ് ചെയ്താൽ ദ സം ഓഫ് 3 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിളോ ആയിക്കോട്ടെ, അത് ഇക്വിലാറ്ററലോ ഐസോസിലസോ സ്കെയിലിനോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളോ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളോ അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിളോ, ഏത് ട്രയാങ്കിൾ ആയാലും അതിൻ്റെ സം ഓർത്തിരിക്കുക 180 ഡിഗ്രി. ഇത് ട്രയാങ്കിളിൻ്റെ ആംഗിൾസും 180 ഡിഗ്രി ആണെന്ന് ഓർത്തിരിക്കുക.
ഓക്കെ, ഇനി ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുന്നു, അതിനകത്തുള്ള എല്ലാ ആംഗിൾസും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ്. ഇനി നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് കുറച്ച് നീളം കൂട്ടുക എന്ന് വിചാരിക്കുക. ഇങ്ങനെ നീളം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഒരു ആംഗിൾ, ഇതെല്ലാം ഇൻറ്റേർണൽ ആംഗിൾസ് ആണ്, ഇൻറ്റേർണൽ ആംഗിൾ സമ്മാണ്. ഓക്കെ, 180 ഡിഗ്രി. ഇനി നമ്മളിങ്ങനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ വരുമല്ലോ, ഈ ആംഗിളെ പറയുന്ന പേര് എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയും. എക്സ്റ്റീരിയർ ആംഗിൾ, അകത്ത് വരുന്ന ആംഗിളിനെ ഇൻറ്റീരിയർ ആംഗിൾ എന്നും പറയും. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിളും ഇൻറ്റീരിയർ ആംഗിളും ഉണ്ടാവും. എക്സ്റ്റീരിയർ ആംഗിൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നീട്ടാം അതിനെ. അപ്പോൾ ഈ ട്രയാങ്കിളിനകത്ത്, ആ ഒരു ഫിഗറിനകത്ത് വരുന്ന ആംഗിളിനെ നമുക്ക് ഇൻറ്റീരിയർ ആംഗിൾ എന്നും, ആ ഫിഗറിന് പുറത്ത് വരുന്ന ആംഗിളിനെ നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾ എന്നും പറയാം. ഈ ഇൻറ്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആംഗിളും എക്സ്റ്റേണൽ ആംഗിളും തമ്മിലുള്ള സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഇതൊരു ലീനിയർ പെയറാണ്, ഒരു സ്ട്രേറ്റ് ലൈനാണ്. 180 ഡിഗ്രി എപ്പോഴും ഏത് ഫിഗർ ആണെങ്കിലും ഏത് പോളിഗണാണെങ്കിലും അതിൻ്റെ സം ഓഫ് വൺ ഇൻറ്റീരിയർ ആംഗിൾ പ്ലസ് എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് 180 ഡിഗ്രി. എപ്പോഴും 180 ഡിഗ്രി തന്നെയായിരിക്കും ഓർത്തിരിക്കുക. അപ്പം ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ആംഗിൾസും പ്രോപ്പർട്ടി. ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇൻറ്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും ആഡ് ചെയ്ത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്ത ഒരു കാര്യം കൂടെ പറയാം, അതുകൊണ്ട് നമുക്ക് നിർത്താം. അതായത് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും സം ഓഫ് ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയിരിക്കും. ഈ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടുത്തെ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇവിടെ ഒരു 30, ഇവിടെ ഒരു 50 തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇത് രണ്ടും ആഡ് ചെയ്യുന്നതായിരിക്കും ഇവിടുത്തെ ആംഗിൾ. ഓക്കെ, ഇവിടെ നമുക്ക് 100ഉം ഇവിടെ ഒരു 50 തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ ആംഗിൾ എത്രയായിരിക്കും? 150 ആയിരിക്കും. എക്സ്റ്റീരിയർ ആംഗിൾ. ഓക്കെ, എക്സ്റ്റീരിയർ ആംഗിൾ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതൊരു പ്രത്യേകത. ഇനി ഈ എക്സ്റ്റീരിയർ ആംഗിൾ, ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് 3 എക്സ്റ്റീരിയർ ആംഗിൾ ഇങ്ങനെ വരയ്ക്കാം. 3, 1, 2, 3 എക്സ്റ്റീരിയർ ആംഗിൾ വന്നിട്ടുണ്ടെങ്കിൽ 3 എക്സ്റ്റീരിയർ ആംഗിളും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 360 ഡിഗ്രിയാണ് ഓർത്തിരിക്കുക. എല്ലാവരും കൺഫ്യൂഷനായോ? ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയും എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സം 360 ഡിഗ്രി ആയിരിക്കും. ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം 180 ഡിഗ്രിയും എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സം 360 ഡിഗ്രി ആയിരിക്കും. ഇതും ഓർത്തിരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യം നമ്മൾ പറഞ്ഞു. ട്രയാങ്കിൾ എന്താണെന്ന് പറഞ്ഞു ട്രയാങ്കിളിൻ്റെ പ്രോപ്പർ അതിനകത്ത് സൈഡ്സ്, ആംഗിൾസ്, വെർട്ടീസസ് ഇതെല്ലാം പറഞ്ഞു. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ആംഗിൾസിൻ്റെ കാര്യം പറഞ്ഞു. ആംഗിൾ സം, ഇൻറ്റീരിയർ ആംഗിൾ സമ്മും എക്സ്റ്റീരിയർ ആംഗിൾ സമ്മും പറഞ്ഞു. ഇത്രയായപ്പോൾ ട്രയാങ്കിളിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യമാണ്. ഇത്രയും കണ്ടിട്ട് മാത്രം നിങ്ങൾ ട്രയാങ്കിൾ പഠിക്കുക, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ബാക്കിയുള്ളതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ.